എന്നപ്പേ ഇരുട്ടിലൊരു തല തിരിഞ്ഞിട്ടുള്ള ഒരു വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യട്ടോ. ഒന്നുമല്ല, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ച്. ആദ്യം ഇരുട്ടുന്ന വീഡിയോ എടുത്താലും പിന്നെ വെളിച്ചത്തിലേക്ക് അങ്ങോട്ട് പോയാൽ മതിയല്ലോ. ഇന്നത്തെ വീഡിയോ ഒന്നുമല്ല, ഇന്നൊരു ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാറ്റി റെഡി ആയിട്ട് പകുതി വഴിക്കലെത്തിയിട്ടുണ്ട് കേട്ടോ. പാതി വഴിയിലെത്തിയപ്പോഴാണ് വേറൊരു ഫ്രണ്ട് വിളിക്കുന്നത്, ഞാനും ഉണ്ട്, നീ അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ മൂന്നാളും അവിടെ ബൈക്ക് സൈഡാക്കിയിട്ട് അവിടെ നിന്ന്. അപ്പോൾ ഹൗസ് വാമിങ്ങിനുള്ള ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷേ ഓൾ അവിടെ എത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ മാറി കളിച്ചതുകൊണ്ട് ഞങ്ങൾ കുറേ സമയം എന്തായി ആ റോഡിൽ നിൽക്കേണ്ടി വന്നിട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നിന്നിട്ടോ. ഫോട്ടോസ് പല പോസിലും എടുത്ത് അങ്ങനെ നിന്ന് ഞങ്ങൾ ആദ്യം തന്നെ ഗിഫ്റ്റ് വാങ്ങി വണ്ടിമേൽ സെറ്റാക്കേണ്ടിട്ടോ. അങ്ങനെ കഥകളും ഫോട്ടോകളും ഒക്കെ എടുത്ത് കഴിഞ്ഞതാ ഹൗസ് വാമിങ്ങിൻ്റെ വീട്ടിലെത്തിണ്ടിട്ടോ. ഓള് വന്ന് ഞങ്ങൾ ഒന്നിച്ചതാ വീട്ടിലെത്തി. വീടിൻ്റെ അവിടെ ഇവിടെയൊക്കെ എന്താ പറയുക കുറച്ച് വീഡിയോസ് ക്ലിപ്പ് എടുത്ത് പിന്നെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അവിടെ ബീഫ് മജ്ബൂസാണെന്ന് തോന്നുന്നു, പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട്, അതേപോലെ ചപ്പാത്തില്ല, പൊറാട്ട, വെള്ളപ്പം, കുറുമക്കറി, പിന്നെ സലാഡ്, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു മധുരം നിർബന്ധമാണല്ലോ. അപ്പോൾ മധുരത്തിൽ മൈസൂർ പാക്ക് ഉണ്ട്, അതേപോലെ വേറെ എന്തോ ഒരു കേക്ക്, അങ്ങനെ 3-4 ഐറ്റംസ് ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതിലൊരു കേക്ക് പോലുള്ളൊരു സംഭവം ഉണ്ടെങ്കിൽ ഒരു കേക്കല്ലൊരു നീളത്തിൽ ഈ രണ്ടാമത് കാണുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കുറച്ച് കഴിച്ച് കഴിഞ്ഞ് വീണ്ടും വീടിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോൾ ഇത് ആ വീട്ടിലൊരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാട്ടോ. ഈ ഒരു വാള് ഇതേപോലെ ആക്കിയെടുത്ത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോസും അതേപോലെ ആ ഒരു ലൈറ്റും ഭയങ്കര ഹൈലൈറ്റ് ആയി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഹൗസ് വാമിങ്ങിൻ്റെ അടുത്ത് ഫുഡൊക്കെ കഴിച്ച് ഓളോട് യാത്ര പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി കേട്ടോ. തിരിച്ചിറങ്ങി എന്താ പറയുക കൊടുവള്ളി എത്താനായപ്പം അലിമോനും റയ്യാനും ഇങ്ങനെ പറയുന്നുണ്ട്, സൈലബാൻ എന്ന്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ഞാൻ വിചാരിച്ച് ഏതായാലും ഒന്ന് അങ്ങോട്ട് വാങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഓൽക്ക സൈലബാനും വാങ്ങിട്ടോ. ഞാൻ വാങ്ങിയത് പിസ്താഷ്യൂ ആട്ടോ. അടിപൊളി ടേസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റൂല. മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ചൂസ് ചെയ്യട്ടോ, നല്ല ടേസ്റ്റി ആയിട്ട്. അങ്ങനെ തന്നെ ഞങ്ങൾ പോയി അവിടുന്ന് അതും വാങ്ങി വീട്ടിലേക്ക് പോയിട്ടോ. വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എടുത്ത ഒരു ഫോട്ടോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം.